ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്നെ പലർക്കും അറിയാമെന്ന് തോന്നുന്നു. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫിറോസ്. ഞാനാണ് ഈ ചാനലിൻ്റെ ക്യാമറ എഡിറ്റിംഗ് മുതലായ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ അറിയാമല്ലോ, ഒരുപാട് ഫുഡ് വീഡിയോസ് വന്നിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ കഥകൾ, അതാണ് ഞാനിന്ന് ഷെയർ ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പുതിയ പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യമായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിരിയാണി എന്ന് പറയുന്ന വിഭവത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാമല്ലോ, അത്യ ഒരു ബിരിയാണി പണിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബിരിയാണി ഞങ്ങളുടെ രക്തത്തിലുണ്ട്. കൊച്ചിലെ തൊട്ട് ഞങ്ങളെ വളർത്തിയതും എല്ലാം ഞങ്ങളെ പഠിപ്പിക്കാനും ഒക്കെ കാരണമായത് ഈ അത്തി ബിരിയാണി പണിക്ക് പോയതുകൊണ്ടാണ്. അപ്പോൾ ബിരിയാണിയിൽ നിന്ന് തന്നെ ഈ എപ്പിസോഡ് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് കോടിക്കണക്കിന് ആൾക്കാർ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് ബിരിയാണി എന്ന് പറയുന്നത്. എന്നാൽ ഈ ബിരിയാണി ഒരു ദിവസം കൊണ്ടുണ്ടായതാണോ? അല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരുപാട് ചരിത്രം ഈ ബിരിയാണിക്ക് പിന്നിലുണ്ട്. പല കാലങ്ങളിലൂടെ പല ദേശങ്ങളിലൂടെ കടന്നു വന്ന ഈ ബിരിയാണിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ബിരിയാണി എന്ന വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് നോക്കാം. ബിരിഞ്ച് എന്ന പേർഷ്യൻ വാക്കിൽ നിന്നുമാണ് ബിരിയാണി എന്ന വാക്കുണ്ടായത്. ഇത് ഒരു അരിയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അതുപോലെ ബിരിയാൻ എന്ന വറുക്കുക എന്ന് പറയുന്ന വാക്കിൽ നിന്നും ബിരിയാണി എന്ന വാക്ക് ഉണ്ടായതായി പറയപ്പെടുന്നു. ഇത് രണ്ടും പേർഷ്യൻ വാക്കുകളാണ് കേട്ടോ. പേർഷ്യ എന്ന് പറയുമ്പോൾ പലർക്കും അറിയാമായിരിക്കും, ഇറാനാണ്, ഇന്നത്തെ ഇറാനാണ് പേർഷ്യ എന്ന് പറയുന്നത്. അപ്പം ഈ വാക്കിൻ്റെ ഉത്ഭവം ഇവിടെ നിന്നാണ്. അന്നത്തെ കാലത്തുണ്ടല്ലോ, സൈനികരൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണം വേണമല്ലോ. അപ്പം അതിനുവേണ്ടി ഇവർ സുഗന്ധവ്യഞ്ജനങ്ങളും ഇറച്ചിയും മറ്റും ചേർത്ത് കുഴച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബിരിയാണിയുടെ തുടക്കമെന്നാണ് പലരും കരുതപ്പെടുന്നത്. കാലക്രമേണ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഈ സൈനികർ പലയിടത്തോട്ടും പോകുന്നു. അതുപോലെ അന്നത്തെ കാലത്ത് പലരും യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നല്ലോ, അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്വാധീനം നമ്മുടെ ഇന്ത്യയിലും എത്തി. മുഗൾ ഭരണകാലത്തായിരുന്നു ഇത് എത്തിയതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. അത് ചരിത്രപരമായി എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ മുംതാസ് മഹലില്ലേ, താജ്മഹൽ കേട്ടിട്ടുണ്ടല്ലോ. താജ്മഹൽ നമ്മുടെ ഷാജഹാൻ്റെ പ്രിയപത്നിയും പ്രണയിനിയുമായിരുന്ന മുംതാസ് മഹലുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയുണ്ട് ഇതിന്. ഒരു ദിവസം മുംതാസ് മഹൽ സൈനികരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ സൈനികരെ കണ്ടപ്പോൾ അവർക്ക് തന്നെ വിഷമമായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷകാഹാരക്കുറവ് ഒക്കെ തോന്നിച്ചു സൈനികരിൽ. അപ്പോൾ സൈനികരാകുമ്പോഴത്തേക്കും നല്ല ഉഷാറ് വേണ്ടേ. അപ്പോൾ അത് കാരണം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, അരി, മസാല, ഇറച്ചി മുതലായവ ചേർത്തൊരു ഭക്ഷണം ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കണമെന്ന് മുംതാസ് മഹൽ പറയുകയും അങ്ങനെ ബിരിയാണി കൂടുതൽ പ്രചാരത്തിലേക്ക് എത്തുകയും ചെയ്തു ഇന്ത്യയിൽ എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ചരിത്രപരമായ ഒരു അറിവുമില്ല, എങ്കിലും ഒരു കഥയാണിത്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് അറബ്സിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കേരളത്തിൽ ബിരിയാണിയുടെ സ്വാധീനം എത്തിയത് അറബ് വ്യാപാരികളുടെ സ്വാധീനത്താലാണെന്നും പിന്നീട് മലബാർ തീരത്തുണ്ടായ ചില കച്ചവടങ്ങളുടെ സ്വാധീനത്താലാണെന്നും പറയപ്പെടുന്നു. അങ്ങനെ ഒരുപാട് ചരിത്രമുള്ള ഈ ബിരിയാണി ഇന്ന് നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്നു. കോഴിക്കോട് ബിരിയാണിയുണ്ട്, തലശ്ശേരി ബിരിയാണിയുണ്ട്, അതുപോലെ ഹൈദരാബാദ് ബിരിയാണിയുണ്ട്. അങ്ങനെ പലവിധ ബിരിയാണികൾ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മണ്ടാക്കിയിട്ടേക്കാം. അത് നിൽക്കാമെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പല ഭക്ഷണങ്ങൾക്കും പല ചരിത്രമുണ്ട്. അപ്പോൾ ആ ചരിത്രമായി നമുക്ക് പിന്നീട് വരാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും എത്താം. ബൈ.